ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്, എനർജി, എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളിലൂടെ കടന്നു പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തെങ്കിലും അഡ്വൈസ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ആദ്യം ഓറക്കിൾ കാർഡ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്നത് പാരഡൈസ് എന്ന് പറയുന്നൊരു കാർഡാണ്. പാരഡൈസ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയാം. സന്തോഷത്തിൻ്റെ അങ്ങറ്റം, പീസ്, സമാധാനം ആൻഡ് ഫുൾഫിൽമെൻറ്റ്. മനസ്സിലൊരു ഫുൾഫിൽമെൻറ്റ് അല്ലേ, ഒരു ഐഡിയൽ സ്റ്റേറ്റ് ഓഫ്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ സ്റ്റേറ്റ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഐഡിയൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു പ്ലേസ്. പാരഡൈസ് എന്ന് പറയുമ്പോൾ സ്വർഗം, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വേർ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്ന് നമുക്കൊരു ഫീലിങ്സ് തരത്തില്ലേ, അതിനെ വേണമെങ്കിൽ നമുക്ക് പാരഡൈസ് എന്ന കാർഡിൻ്റെ മീനിങ് ആയിട്ട് എടുക്കാം. അതായത് ഒരു പെർഫെക്റ്റ് കണക്ഷൻ, റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇതിനപ്പുറം ഒന്നുമില്ല എന്നൊരു തോന്നൽ അല്ലേ, അതാണ് പാരഡൈസിൻ്റെ മീനിങ്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് പാഷൻ എന്നാണ്. പാഷൻ എന്ന് വെച്ചാൽ ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ, ഭയങ്കരമായിട്ട് ആഴത്തിലുള്ള പരസ്പരമുള്ള ഒരു കണക്ഷൻ, ഒരു സ്പാർക്ക്. ആ സ്പാർക്കാണ് നിങ്ങളുടെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിർത്തുന്നത് ഈ കണക്ഷനിൽ. നമ്മൾ വളരെ വൈബ്രൻ്റ് ആക്കുന്ന ഒരു പാർട്ട്ണർ അല്ലേ, അല്ലെങ്കിൽ രണ്ട് പാർട്ട്ണറും ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ, ഒരു പാഷനായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയാം. മൂന്നാമത് വന്നിരിക്കുന്നത് ടോക്കിംഗ് എന്ന് പറയുന്നൊരു കാർഡാണ്. ടോക്കിംഗ് കാർഡ് എന്ന് വെച്ചാൽ ഇതാണ് സൂപ്പർ ഫണ്ടമെൻ്റൽ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ്, ഫണ്ടമെൻ്റൽ എന്ന് പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്ന ഇതാണ് കമ്മ്യൂണിക്കേഷൻ. ഓപ്പണായിട്ട് ഡയലോഗ്സ്, കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കുക. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ ഷെയർ ചെയ്യുക, പരസ്പരം വിചാരങ്ങൾ ഷെയർ ചെയ്യുക, പറയുക. ഒരാൾ പറയുന്നത് മറ്റേയാൾ കേൾക്കുക. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പാലങ്ങൾ ഉണ്ടാക്കും, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടന്നു പോകാനുള്ള പാലങ്ങൾ ഉണ്ടാക്കും. കോൺഫ്ലിക്ട്സ്, അടി വഴക്ക്, എല്ലാത്തിലും ഒരു തീർപ്പുണ്ടാക്കും. നല്ല സംസാരങ്ങൾ എപ്പോഴും നമ്മുടെ തർക്കങ്ങൾ പരിഹരിക്കും. രണ്ടു പേര് തമ്മിലുള്ള ഒരു ബോണ്ട്, ഒരു ബന്ധം, അത് മുറുക്കും. ഈ സംസാരം ഇല്ലാത്ത ഒരു സ്വർഗവും പാഷനും എല്ലാം ഒന്നുമല്ലെന്ന് വേണമെങ്കിൽ പറയാം. നല്ല സംസാരങ്ങളില്ലാത്ത ഒരു പാരഡൈസ് ഇല്ല, അല്ലെങ്കിൽ ഒരു പാഷൻ ഇല്ല. പാരഡൈസ് സ്വർഗമാണെങ്കിലും, സ്വർഗം പോലത്തെ ഒരു അവസ്ഥയാണെങ്കിലും നല്ല പാഷനൈലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അവിടെ നല്ല രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ച് പറയുക. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും മീനിങ് എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പാഷൻ വരും. നിങ്ങൾ തമ്മിലൊരു പാഷൻ, ഒരു സ്പാർക്ക് വരും. അതിൽ നിന്നും റിലേഷൻഷിപ്പ്, ഈ ബന്ധം ഒരു പാരഡൈസ് പോലെ തോന്നിപ്പിക്കും എന്നാണ്. എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കളയാം എന്ന് ഓടിപ്പോണ്ട. നിങ്ങൾ സംസാരിച്ചാൽ പാരഡൈസ് ആക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. അതിന് നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക കേട്ടോ. അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുകയുള്ളൂ. പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്താലും തിരിച്ച് കിട്ടാത്ത രീതിയിൽ ചിലപ്പോൾ അകലങ്ങൾ, ഡിസ്റ്റൻസ് കൂടും. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടാരറ്റ് കാർഡ്സിൻ്റെ റീഡിംഗ് ആണ്. ആദ്യം കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ജഡ്ജ്മെൻറ്റ് കാർഡാണ് ഇതിൻ്റെ കോർ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. കോർ ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഒരു കാമ്പ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മേജർ ടേണിംഗ് പോയിൻ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡ്. ചിലർക്ക് എ കോൾ ഫോർ എ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ഒരു സ്റ്റെപ്പ് മേലെ പോയി സ്പിരിച്വലി സ്ട്രോങ് ആകൂ എന്നാണ് പറയുന്നത്.
മറ്റു ചിലർക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ബന്ധത്തിലെ പാസ്റ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തികൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടും എന്നാണ് എനിക്ക് മനസ്സിലായത്. ആര് ഇവാലുവേറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളാകും ഇവാലുവേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേ ആളാകും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും, ഒരു ഡിസിഷൻ എടുപ്പിക്കും. അതിനുള്ള പല കാര്യങ്ങളിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്ത പ്രവർത്തികളുടെ കോൺസിക്വൻസസ് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കിട്ടാനുള്ള ഒരു സമയമാണിത്. ഓക്കെ, ഇപ്പം മറ്റേ ആളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ, മാത്രമല്ല സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ വേണ്ടിയിട്ട് തോന്നിയത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചാലഞ്ചസ് ആൻഡ് ഓബ്സ്റ്റക്കിൾസ് എന്ന് പറയാം. ഈ കാർഡ് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ അൾട്ടിമേറ്റ് ആത്യന്തികമായ ഹാപ്പിനെസ്, സന്തോഷം എന്നത് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓർ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ ഹൈ പ്രഷറുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു 10 ഓഫ് കപ്സിൻ്റെ കാർഡ് പോലെ ഭയങ്കര സന്തോഷമുള്ളതാക്കി മാറ്റൂ എന്ന് ഹൈ പ്രഷറുണ്ട്. നിങ്ങളെ മനസ്സിൽ നിന്നുമുണ്ട്, പുറത്തുനിന്നുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ലെവൽ സന്തോഷകരമായൊരു ജീവിതം എത്താൻ വളരെ കഷ്ടപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അടുത്ത കാർഡ് ഹെറോഫൻറ്റിൻ്റെ കാർഡാണ്. ഇതൊരു പാസ്റ്റ് ഇൻഫ്ലുവൻസ് പോലെ തോന്നുന്നു. കഴിഞ്ഞ റീഡിങ്ങിലും ഈ ഒരു സെയിം കാർഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പാസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് അതിൻ്റെ മീനിങ് എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജിലെത്താൻ നിങ്ങളുടെ പാരമ്പര്യ ചിന്തകളെന്ന് വേണമെങ്കിൽ പറയാം, ട്രഡീഷണൽ തോട്ട്സ്, അതുപോലെ സ്പിരിച്വൽ ഗൈഡൻസ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങൾ, ഇതെല്ലാം കാരണമായിട്ടുണ്ട്. നിങ്ങൾ ഈ ബന്ധത്തിലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഏതോ ഒരു പാത്ത് പിന്തുടരുന്നു എന്ന് തോന്നുന്നു. ചില ആൾക്കാരിൽ നിന്ന് ഈ ബന്ധത്തിൽ അഡ്വൈസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിലേക്ക് നയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അടുത്തത് ഹൈ പ്രീസ്റ്റസ് ആണ്. റീസെൻ്റ് പാസ്റ്റ്, ഏറ്റവും അടുത്തായിട്ട്. ഇത് പറയുന്നത് അടുത്തായിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് നല്ലതുപോലെ കണക്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ഇന്നർ വോയിസ്, ഓക്കെ, ഇന്നർ വോയിസുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകുന്നുണ്ട്. ചില നോളജ്, ചില അറിവുകൾ അതിലൂടെ കിട്ടിയത് നിങ്ങൾ മറച്ചു വയ്ക്കുന്നുമുണ്ട്. ചില സത്യങ്ങൾ ഇവിടെ മറഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കായിരിക്കും ആ അവസ്ഥ. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് ഇന്നർ വോയിസിലൂടെ കിട്ടിയ ചില നോളജ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സ്ഥിതിയിലൂടെ പോകുന്നത്. ഓക്കെ, ട്രസ്റ്റിങ് യുവർ ഗട്ട് ഫീലിങ്സ് അതെപ്പോഴും നല്ലതാണ്. അങ്ങനെ ഒരു ഗട്ട് ഫീലിങ്സിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്വഭാവമാക്കി മാറ്റുക. എപ്പോഴും അത് നമുക്ക് നല്ലതേ ചെയ്യുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഹോപ്സ്, ഗോൾസ്, ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്, ചില ന്യൂ ബിഗിനിങ്സ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ചിലർക്ക് ചില ജോലി, ചിലർക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിനൊക്കെ സാധ്യത കാണുന്നു. പിന്നീട് 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് ഒരു ബാലൻസ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ചില സഹായങ്ങൾ നിങ്ങൾക്കും തിരിച്ചും കിട്ടും. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആൻഡ് മ്യൂച്വൽ സപ്പോർട്ടിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 എന്ന് പറയുന്നത് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അഡ്വൈസ് എന്ന് വെച്ചാൽ ക്ലിയർ മെസ്സേജാണ്. ഈ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻസ് ഉണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പിന്തുടരുക എന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് എടുക്കുക, അതിന് വേണ്ടിയിട്ട് മടിച്ചിരിക്കാതെ ഫോളോ യുവർ എന്തൂസിയാസം എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മാത്രമുള്ള ആ ഒരു സ്പാർക്ക് അത് വരട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഡോണ്ട് ഹോൾഡ് ബാക്ക്, നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യൂന്ന്. 7 ഓഫ് പെൻഡക്കിൾസ് ആണ് അടുത്തത്. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഓവറാളായിട്ട് കാണുന്നത് എന്താണെന്ന് നോക്കാം.
ഇവിടെ ഒരു പീരീഡ് ഓഫ് വെയിറ്റിംഗ് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു കാര്യത്തിൻ്റെ റിസൾട്ടിന് കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു. ഈ സമയം വളർച്ചയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യണോ എന്ന് നോക്കുന്നു, വേറെ എന്തെങ്കിലും ഒരു അപ്രോച്ച് വേണോ എന്നും സാധ്യതകളുണ്ടോ എന്നും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു പ്യുവർലി മെറ്റീരിയൽ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. ഈ കാർഡ് കുറച്ച് പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ കാർഡാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് ബേർഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എൻഡ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു, മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പേടി പോലെയാണ് ഈ കാർഡ് എടുക്കുന്നതെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ ഒരു പെയിൻഫുൾ എൻഡിങ്ങിലോട്ട് പോകുമോ എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട്. ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തുമോ എന്നും നിങ്ങൾക്കുള്ളിലൊരു പേടിയുണ്ട്. അപ്പോൾ ഈ ഒരു 10 ഓഫ് സോർട്സ് ഒരു അഡ്വൈസ് പോലെ എടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എൻഡായെങ്കിൽ അതിനെ നിങ്ങൾ അക്നോളജ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ പോകാൻ അനുവദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് കിട്ടും. ഓക്കെ, അടുത്ത കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റിസിൻ്റെ കാർഡാണ്. 10ാമത്തെ കാർഡ് ഔട്ട്കം അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ജസ്റ്റിസാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ്, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ബാലൻസ്, ട്രൂത്ത്, സത്യസന്ധമായിട്ടുള്ള ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. നിങ്ങൾക്കൊരു നീതി കിട്ടും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ അവസ്ഥ നല്ല രീതിയിൽ സോൾവ് ചെയ്യപ്പെടും എന്നും ആണ് എനിക്ക് മനസ്സിലായത്. ഒരു ഡിസിഷൻ ഉണ്ടാകുമ്പോൾ അത് നീതിപൂർവമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തികൾക്കും ഉദ്ദേശങ്ങൾക്കും അനുയോജ്യമായ രീതിയിലുള്ളൊരു തീരുമാനങ്ങളാകും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് ഈ കാർഡ് കണ്ടപ്പോൾ മനസ്സിലായത്. എന്ന് വെച്ചാൽ ജസ്റ്റിസ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് എന്തായിട്ട്, ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ, മീൻസ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്സ് വന്നാലും ഡൗൺസ് വന്നാലും അതിനെ ഗ്രേസ്ഫുള്ളി മാനേജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പോലെയുണ്ട് എനിക്ക് ഈ കാർഡ് കണ്ടിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. അടുത്തൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ടേക്ക് കെയർ. ബൈ.